എല്ലാവർക്കും നമസ്കാരം. തുല്യത ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് തുല്യത ലാബിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത്. ഏകദേശം ഒരു മാസത്തോളം നമ്മൾ തുല്യത ലാബിൽ നിന്ന് വിട്ടുനിന്ന്. അതിന് പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടായിരുന്നു. തുല്യതക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ആരംഭിച്ച ഒരു ചാനലാണ് തുല്യത ലാബ്. നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്. നമ്മുടെ ഒന്നാമത്തെ ചാനൽ അനിൽകുമാർ ഇക്കോൺ ലാബാണ്, അഥവാ ഇക്കോൺ ലാബ് എന്നറിയപ്പെടുന്നത്. നമ്മൾ തുല്യതയ്ക്ക് വേണ്ടി ഈ വർഷം എക്സാമിന് വേണ്ടി മുഴുവൻ സമയവും നമ്മൾ ഉപയോഗപ്പെടുത്തിയത് അനിൽകുമാർ ഇക്കോൺ ലാബിൽ മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം അതിനെ 100Kയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അത് വിജയിക്കേണ്ടായി. ഇപ്പോൾ അത് യൂട്യൂബിൻ്റെ അണ്ടർ റിവ്യൂവിൽ നിൽക്കുകയാണ്. അത് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് യൂട്യൂബിൻ്റെ ആ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ സാധ്യമാവുള്ളൂ. ഞാനത് സന്ദർഭത്തിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ തുല്യത ലാബിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. തുല്യതക്കാർക്ക് വേണ്ടി നമ്മൾ 2 ചാനലിലും ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പക്ഷേ തുല്യതക്കാർക്ക് വേണ്ടി മാത്രം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ ഒരു ചാനലിലാണ്. എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ പഠിച്ചവർക്കും അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ കുറേ ആളുകളുണ്ടാവും, +2 കഴിഞ്ഞവർ ഉണ്ടാകും. അവരൊക്കെ ഈ ചാനൽ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന പുതിയ ബാച്ചിലേക്ക് വരാനിരിക്കുന്നവരും, അതായത് +1 ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് ഓഗസ്റ്റിലൊക്കെ അവരുടെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് പ്രവേശനം നേടാൻ കാത്തിരിക്കുന്നവരും, അതുപോലെ തന്നെ നിലവിൽ +1 ഇപ്പോൾ എക്സാം കഴിഞ്ഞ് +2ലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള എല്ലാ പഠിതാക്കൾക്കും നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാനലിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ എല്ലാ വിഷയത്തിൻ്റെയും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുവിധം എല്ലാ വിഷയത്തിൻ്റെയും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സും അതിൻ്റെ ടോപ്പിക്കുകളും, പരീക്ഷയ്ക്ക് വരുന്ന രീതികളും, പരീക്ഷയ്ക്ക് ഏതെല്ലാം രീതിയിൽ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നു, അങ്ങനെയുള്ള സകലമായ കാര്യങ്ങളും നമ്മൾ അവിടെ അനിൽകുമാർ ഇക്കോൺ ലാബിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടോ അതൊക്കെ ഇവിടെയും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒന്ന് സ്പെഷ്യലൈസ് ചെയ്ത് കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്. അത് റെഗുലർ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ അവരുടെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ മറ്റ് ജനറൽ ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം, യൂണിവേഴ്സിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഇക്കോൺ ലാബിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ തുല്യത ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ, തുല്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് അത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ എക്സാം കഴിഞ്ഞപ്പോൾ പലരും നമ്മളോട് നിർബന്ധമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് +2ലേക്ക് എത്തിയിട്ടുള്ള +1 പഠിതാക്കൾ, +1 ഇപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ +2ലേക്ക് എത്തിയിട്ടുള്ള എല്ലാ പഠിതാക്കളും ഇപ്പോൾ നിരന്തരമായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരുടെ നോട്ട് ബുക്കാണ്. അതായത് ഓരോ വിഷയത്തിൻ്റെയും നോട്ട് ബുക്ക് നമ്മൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം വരെ വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ദൗത്യമാണ് നോട്ട് ബുക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളത്. എല്ലാ പഠിതാക്കൾക്കും 100% ഉപകാരപ്പെടുന്ന ഒരു സംഗതി. അത് ഓരോ വിഷയത്തിൻ്റെയും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ വിഷയങ്ങളുടെയും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ 5 വിഷയത്തിൻ്റെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് 6 വിഷയമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ 5 വിഷയത്തിൻ്റെയാണ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം മുതൽ നമ്മൾ മലയാളം കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായുള്ളൊരു സമയം ഇപ്പോൾ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. മിക്കവാറും ഒരു മാസം കഷ്ടിച്ച്, ഒരു മാസം കൊണ്ട് നമ്മളത് പുറത്തിറക്കും. അപ്പോൾ അത് എങ്ങനെയാണ് അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, ആ ബുക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബുക്കിൻ്റെ വില എന്താണ്, അതുപോലെ തന്നെ ബുക്ക് എപ്പോഴാണ് കിട്ടുക, ആ ബുക്കിന് എങ്ങനെയാണ് അപേക്ഷ തരേണ്ടത്, അതായത് നമ്മൾ എന്താണ്, ഏത് രീതിയിലാണ് ബുക്കിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടേണ്ടതെന്ന് കുറേ ആളുകൾ വാട്സപ്പ് വഴിയൊക്കെ നിരന്തരമായിട്ട് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ എല്ലാവരും ഈ ഒരു വീഡിയോ ഈ ചാനലിൽ വന്ന് കാണണം. ഞാൻ ഓൾറെഡി ഇക്കോൺ ലാബിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പലരും കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അവർ ഇവിടെ വന്നൊന്ന് കാണുക. അതായത് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒരു മാസം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം മറ്റൊന്നുമല്ല, പഴയ പുസ്തകം നിങ്ങൾക്ക് പുതിയ കുപ്പിയിലാക്കി തരുന്നതിനേക്കാൾ നല്ലത് പഴയതിനോട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷം കൂടി നടന്ന പരീക്ഷയുടെ ഡീറ്റെയിൽ കൂടി അതിൽ ആഡ് ചെയ്തിട്ട് കെട്ടിലും മട്ടിലൊക്കെ ഒന്ന് നന്നാക്കി പുതിയതാക്കി തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് കുറച്ച് സമയം വേണം.
അത് പ്രിന്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ DTP, അതിൻ്റെ പിന്നെ പ്രൂഫ് റീഡിങ് എല്ലാം കഴിഞ്ഞിട്ടേ നമ്മളത് തരുള്ളൂ. അപ്പോൾ അല്ലാതെ ഒന്ന് റെഡിയായി അടുത്ത അത് നിങ്ങൾക്ക് തന്നു പിന്നെ ഓരോന്നോരോന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ പഴയ തന്നെ എടുത്ത് നിങ്ങൾക്ക് തന്നാൽ മതി, അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഴയതല്ലേ ഇത് എന്നുള്ള ഒരു തോന്നലുണ്ടാകും. അപ്പോൾ അത് വേണ്ട, അതിൽ മാറ്റങ്ങൾ എന്തായാലും വരുത്തും. അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുള്ളൂ. അപ്പോൾ 6 വിഷയങ്ങളും മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു ശ്രമം. അത് മാക്സിമം നമ്മൾ വിജയിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ വിലയൊക്കെ വളരെ കുറച്ച് തുച്ഛമായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ. വിലയെപ്പറ്റി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, നിങ്ങളുടെ പേര്, വീട്ടുപേര്, സ്ഥലം, പിൻകോഡ്, ഫോൺ നമ്പർ, ഇതാണ് നിർബന്ധമായിട്ട് അഡ്രസ്സിൽ വേണ്ടത്. നിങ്ങളുടെ പേര്, വീട്ടുപേര്, സ്ഥലം, വീട്ടുപേരില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ പേര്, സ്ഥലം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ പിൻകോഡ്, ഫോൺ നമ്പർ, പോസ്റ്റ്, അതുപോലെ ജില്ല, ഇതെല്ലാം ഉൾപ്പെടുത്തുക. ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ അഡ്രസ്സാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ അഡ്രസ്സിന് താഴെ നിങ്ങൾ ഏത് ബുക്കാണ് വേണ്ടതെന്നും കൂടെ എഴുതി കാണിക്കണം. അതായത് ഇപ്പോൾ +2 ഹ്യൂമാനിറ്റീസിൻ്റെ 6 ബുക്കാണ് വേണ്ടതെങ്കിൽ +2 ഹ്യൂമാനിറ്റീസ് 6 ബുക്ക് എന്ന് എഴുതിയാൽ മതി. +2 കൊമേഴ്സ് ആണെങ്കിൽ +2 കൊമേഴ്സ് 6 ബുക്ക്. ചിലവർക്ക് 6 ബുക്ക് വേണ്ടി വരില്ല, ചിലർക്ക് ചില ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാത്രം മതിയാകും. ചില സ്കൂളിലൊക്കെ നോട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നോട്ട് കൊടുക്കുന്ന ആ വിഷയങ്ങളുടെ ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി ചിലവർക്കെല്ലാം വേണ്ടി വരും, വന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര പൈസ വാങ്ങുന്നുള്ളൂ, തുച്ഛമായുള്ള പൈസ വാങ്ങുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 6 വിഷയം വാങ്ങാം. അപ്പോൾ 6 വിഷയമാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ. ഇനി അതല്ല മറ്റുള്ളതൊക്കെ ഏതാണെന്ന് വെച്ചാൽ +2ൻ്റെ ആണെങ്കിൽ +2 ഇന്ത്യൻ ബുക്കുകൾ. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രം മതി എന്ന് പറഞ്ഞാൽ +2 ഇംഗ്ലീഷ് മാത്രം. +2 ഇംഗ്ലീഷും എക്കണോമിക്സും വേണമെന്നുണ്ടെങ്കിൽ അത് 2 എഴുതുക. ഇനി അതല്ല ഏതെങ്കിലും 4 ആണെങ്കിൽ ആ 4 പേര് എഴുതുക. +2 ആണെങ്കിൽ +2, +1 ആണെങ്കിൽ +1, അങ്ങനെ എഴുതുക അഡ്രസ്സിൻ്റെ താഴെ. എന്നിട്ട് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ നമ്മൾ അഡ്രസ്സൊക്കെ തന്നാൽ ഗൂഗിൾ പേ നമ്പർ തരും, അല്ലെങ്കിൽ അതിൻ്റെ സ്കാനർ തരും. അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി എനിക്ക് വാട്സപ്പ് വഴി തന്നെ സ്ക്രീൻഷോട്ടും തരണം. ഇതെല്ലാം വാട്സപ്പ് വഴിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്സപ്പിൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടും? വാട്സപ്പിൻ്റെ നമ്പർ ഈ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ താഴെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. പിന്നെ മോർ ക്വറി എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻക്വയറി എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതായത് വാട്സപ്പ് ചെയ്താൽ മതി. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, ക്ലാസ്സിലാവുമ്പോൾ ഫോൺ എടുക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് പിന്നെ പലരും ക്ലാസ്സിലല്ലാത്ത സമയത്ത് തന്നെ വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. സാഹചര്യങ്ങൾ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ്. മുമ്പ് നമ്മൾ നിരന്തരം അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളോട് ആരോടും അതിന് പിന്നെ എതിർപ്പോ അല്ലെങ്കിൽ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോഴും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ട് മറുപടി നൽകാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതായത് നിങ്ങൾ മനസ്സിലാക്കി ക്ഷമ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ബുക്കിന് വേണ്ടി ഇപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1 മാസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ക്ലാസ് ഒന്ന് തുടങ്ങിക്കോട്ടെ. ക്ലാസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് സ്കൂളിൽ എന്ത് കിട്ടുന്നു എന്നുള്ളത് അല്ല നമ്മളിവിടെ മൈൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കൂളിൽ ചിലപ്പോൾ നോട്ട് കിട്ടും, ടെക്സ്റ്റ് ബുക്ക് എന്തായാലും കിട്ടും. ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ വൈകിട്ടാവും കിട്ടുന്നുണ്ടാവുക. ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നുണ്ടാവുക. പഴയത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എടുത്ത് തരും. പിന്നെ നോട്ട് അതായത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം, ചിലർ തരുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും വറീഡ് ആവണ്ട. നമ്മളുടെ കയ്യിലുള്ള ബുക്ക് കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അതായത് ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ നമുക്ക് സംഭവിച്ചതാണ്. എക്സാമിൻ്റെ ഇപ്പോൾ നമുക്ക് 5-ാം തീയതി എക്സാം തുടങ്ങി, നമ്മളോട് 3-ാം തീയതിക്ക് ബുക്ക് ആവശ്യപ്പെട്ടവരുണ്ട്. എന്നിട്ട് ഉടനടി തന്നെ തരണമെന്ന് പറയുന്നു. അതായത് ദൂര ജില്ലകളിലുള്ളവരൊക്കെയാണ് നമ്മളിങ്ങനെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വന്തം ജില്ലയിലുള്ളവർക്ക് പോലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല. പിന്നെ അത് ചെയ്യുന്നത് കൊറിയർ വഴിയാണ് അയക്കുക. ഓരോരുത്തരും അഡ്രസ്സ് തരുമ്പോൾ അത് കൊറിയർ വഴിയാണ് അയക്കുക. ഈ കൊറിയർ ആണെങ്കിൽ നമുക്ക് മാക്സിമം 1 ദിവസം 2 ദിവസം മതി. എത്ര ദൂരെ സ്ഥലത്തേക്കും കൊറിയർ എത്താൻ 2 ദിവസം മതി. ചിലപ്പോൾ 3 ദിവസം എടുക്കും. എന്നാലും ഞാൻ 3 ദിവസം പറയാറാണ് പലരോടും. ചിലപ്പോൾ ഈ പിന്നെ തിരുവനന്തപുരം അതുപോലെ തന്നെ കാസർഗോഡ് ഈ ജില്ലകളിലേക്ക് നമ്മൾ കൊറിയർ അയക്കുമ്പോൾ എന്തായാലും 4 ദിവസം വേണം. രണ്ട് ദൂര സ്ഥലമായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ നമ്മളുടെ ഈ കാലാവസ്ഥ പ്രശ്നങ്ങളും അതുപോലെ തന്നെ റോഡിലെ ബ്ലോക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഡിലേ വന്നേക്കാം. ഓക്കെ, കൊറിയർ അങ്ങനെ അയക്കുമ്പോൾ തന്നെ.
ചിലപ്പം അവരുടെ കൊറിയറിലെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ എറർ കൊണ്ടൊക്കെ പല എന്താ പറയുക പാർസലുകളും ഡിലേ വന്നേക്കാം. പക്ഷെ അതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ നാളെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൊറിയർ ചെയ്യാനൊന്നും പറ്റില്ല. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമിൻ്റെ തലേദിവസം 2 ദിവസം മുന്നേ 2 ആഴ്ച മുന്നേ ഒന്നും വന്നിട്ട് ബുക്ക് ചോദിച്ചാൽ നമുക്കിത് തരാൻ പറ്റില്ല. എന്നാലും ഞാൻ മാക്സിമം എൻ്റെ എല്ലാ എഫേർട്ടും എടുത്തിട്ട് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ പരീക്ഷയ്ക്കും പലരും അങ്ങനെ ചോദിച്ചിട്ട് പോലും. അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും കാണിക്കാതിരിക്കുക. വിശ്വാസക്കുറവ് കൊണ്ട് ആരും, അതായത് വിശ്വാസം ഇല്ലാതെ നമ്മുടെ ബുക്ക് ആരും വാങ്ങണ്ട എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് വാങ്ങിയിട്ട് ഇപ്പം എന്താണ്, തട്ടിപ്പാവോ, പൈസ ആദ്യം കൊടുക്കണം എന്നിട്ട് ബുക്ക് തരുള്ളൂ, അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഇത് എൻ്റെ മുതലല്ല, നമ്മൾ ഇതിൻ്റെ ആളുകളിൽ നിന്ന് നമ്മളുടെ ചാനൽ വഴി ഇത് കൈകാര്യം ചെയ്യുന്നേ ഉള്ളൂ, നമ്മുടെ പിന്നെ അക്കൗണ്ട് വഴി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്നാലും നിങ്ങൾക്ക് ബുക്ക് നമ്മളതും ഉണ്ട്, എക്കണോമിക്സ് ഒക്കെ എൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്കത് മാക്സിമം ഉപകാരപ്പെടുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ എക്സാം കഴിഞ്ഞവർക്ക് അറിയാം, ഈ എക്സാമിൽ അത് വാങ്ങി എഴുതിയവർക്ക് അറിയാം നമ്മുടെ ബുക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ തുല്യതാ ലാബിലും പിന്നെ പഠിതാക്കളായിട്ടുള്ള എല്ലാവരും, അത് അക്കൗണ്ട് ലാബിലുള്ളവർ തന്നെ ആയിരിക്കാം ഇവിടെ ഉണ്ടാവുക, എങ്കിലും ഞാൻ ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ ചാടി പിടിച്ചിട്ട് വാങ്ങാനും നിൽക്കണ്ട, ക്ലാസ് ഒന്ന് തുടങ്ങിയതിന് ശേഷം മതി. ഓക്കെ, ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ, ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് ചെറുതായിട്ട് നമുക്ക് +2ൻ്റെ ക്ലാസ്സുകൾ ഇതിൽ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വ്യക്തികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തുല്യതാ ക്ലാസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിലും അറിയുന്നതിനും അതിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്നും അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്താണെന്നും അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഭാവിയിലേക്ക് നമുക്ക് ഗുണമുണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.